ഗൈസ് അങ്ങനെ നമ്മൾ പതിവിലധികം ജനത്തിരക്കുമായി ഇന്നും കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ ഒന്നാം ദിനത്തിലേക്ക് വന്നേക്കാണ് കേട്ടോ. വണ്ടിയൊക്കെ ഏകദേശം പാർക്ക് ചെയ്ത് എല്ലാത്തിനും ഫെസിലിറ്റീസ് അവിടെ ചെയ്തിട്ടുണ്ട്. കാറിനായാലും ബൈക്കിനായാലും ചെയ്യാനും നമ്മുടെ ഈ സ്കൂളിൻ്റെ കൽപ്പാത്തിൻ്റെ ഫ്രണ്ടിൽ ഈ സ്കൂളിലെ ഈ ഭാഗത്ത് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാം കറക്റ്റായിട്ടാണ്. അവിടെ പോലീസുകാർ അതിനുള്ള ഇൻസ്പെക്ഷൻ ചെക്കിങ്ങിനെല്ലാം പോലീസൊക്കെ ഉണ്ട്. ഐ തിങ്ക് എൻ്റെ ഒരു ഏകദേശം ഒരു 6 വർഷത്തിന് ശേഷം ഞാൻ പിന്നെ കൽപ്പാത്തിക്ക് വരുന്നത്. ഐ തിങ്ക് 6 വർഷം കോളേജ് പഠിക്കുമ്പോൾ ഒരു സെക്കൻഡ് ഇയർ സമയങ്ങളിൽ മാത്രമേ ഞാൻ വന്നത്. പിന്നെ ശേഷം ഇപ്പോഴാണ് വരുന്നത്. വണ്ടികളൊക്കെ കൂടെ വെച്ച് എല്ലാം സെറ്റാക്കി അതോടെ ബലൂണൊക്കെ കൊണ്ടിട്ട് ബലൂണൊന്നും വാങ്ങാൻ തന്നില്ല. ഡേ 1 ആണെങ്കിൽ നല്ല ജനത്തിരക്ക് ഉണ്ട്, അതിനൊരു കുറവുമില്ല. കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുന്തോറും തിരക്ക് നല്ലപോലെ അനുഭവപ്പെടുന്നതാണ് പറഞ്ഞത്. ഉത്സവപ്പറമ്പിലും പൂരപ്പറമ്പിലൊക്കെ കാണുന്ന പോലെ നമ്മുടെ കൽപ്പാത്തി രഥോത്സവത്തിന് അലവിയും പൊരിയും പച്ച കുറേ സാധനങ്ങളും കളിപ്പാട്ടങ്ങളും അങ്ങനെ എല്ലാം ഉണ്ട്. ഞങ്ങളതെല്ലാം കണ്ടോടെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഞാൻ ആ ഒരു 6 വർഷം മുമ്പ് വന്ന സമയത്ത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരിക്കലും വന്നിട്ടില്ല, കുറേ കണ്ടിട്ടില്ല. കുറച്ച് നേരം നിന്ന് കണ്ടു പോയെന്ന് മാത്രമേ ഉള്ളൂ. ഇത്തവണയാണ് എന്തായിരുന്നു കുറേ നേരം സ്പെൻഡ് ചെയ്ത് എന്തൊക്കെയാണ് സംഭവങ്ങൾ, തേരെങ്ങനെയാണ് എന്താണ് തേരിപ്പിടൊക്കെ ജസ്റ്റ് കണ്ടിട്ട് പോകുള്ളൂ. അപ്പോൾ ഒന്നും സാധനമൊന്നും വാങ്ങിയില്ല, പക്ഷേ കുറേ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. കാളനും പാനിപ്പൂരിയും പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ഡിഷൊക്കെ കഴിക്കണമെന്നുണ്ട്. അതൊക്കെ ഒന്ന് വേണമെങ്കിൽ കഴിച്ചിട്ട് പോകുള്ളൂ. ഓക്കെ, മാക്സിമം ഞാൻ കൽപ്പാത്തിക്ക് വരുമ്പോൾ ഈ ഒരു ഏരിയ വരെ മാക്സിമം വരാറുണ്ട്. പക്ഷേ അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് ഒക്കെ കുറവാണ്. പിന്നെ ചെറിയ വിഗ്രഹങ്ങൾ, ചെറിയ കൃഷ്ണൻ്റെ വിഗ്രഹങ്ങൾ കുറേ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വീട്ടിൻ്റെ ഒരു ആചാരം വീട്ടിൽ കൊണ്ട് വയ്ക്കാനും വേണ്ടിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കാൻ കേട്ടോ. കൽപ്പാത്തി രഥോത്സവം പോലെ പാലക്കാട്ടുകാരുടെ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഫീലിങ്സ് തന്നെയാണ്. ആ ഒരു രഥവും തള്ളുന്നതും വലിക്കുന്നതും ആ ഒരു ആളും ആരവങ്ങളുമായിട്ട് ആ ഒരു തേര് വലിക്കുന്നത്, അതിനെപ്പറ്റിയുള്ള കാഴ്ചകളും പിന്നെ ഇവിടുത്തെ ഫുഡുകളും അഗ്രഹാരങ്ങളിലെ രുചികളും അതിൻ്റെ കൾച്ചർ, അതൊക്കെ നമ്മളിവിടെ ശരിക്കും കൽപ്പാത്തി വന്ന് കണ്ടാൽ നമുക്ക് ഇഷ്ടപ്പെടുള്ളൂ, അനുഭവപ്പെട്ടാലേ മനസ്സിലാകാൻ പറ്റുള്ളൂ. രഥോത്സവത്തിൻ്റെ ഓരോ കോണിൽ നിന്നും കുറേ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ കൊട്ടുന്നതും പാട്ടുന്നതും. പിന്നെ അത് കഴിയുമ്പോൾ ഇവിടെ ഈ രാജസ്ഥാനി ഗുജറാത്തി മോഡലിൽ അങ്ങനത്തെ എന്തോ തരം ചെരുപ്പുകളുടെ സെയിൽസ് നടത്തുന്നുണ്ട് കേട്ടോ. ഇതൊരു വെറൈറ്റി തന്നെയാണ് എന്തായാലും. കുഞ്ഞു കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള കളിപ്പാവുകളും അതേപോലെ തന്നെ പുഴയോരത്ത് എന്തിനെയോ കാത്തു നിൽക്കുന്ന ജനങ്ങളും അതിനിറകിൽ പട്ടം പറത്തുന്നൊരു മനുഷ്യരും ചില മനുഷ്യരും, അത് കാണാൻ കുറേ ആളുകളും അല്ലേ, എല്ലാം ഒരു ഫീലാണ്, വൈബാണ്. ഞാൻ വിചാരിച്ചു അവിടെ അമ്പലത്തിൻ്റെ ഭാഗങ്ങളിലാണ് തിരക്ക് നോക്കും. അതേപോലെ തന്നെ പുഴയോരത്തും കാഴ്ചകൾ കാണാൻ ആൾക്കാരുണ്ട്. ഇതാണ് ഒരു കോവിലകം, ഒരു അമ്പലമാണത്. ഈ ഒരു അമ്പലത്തിൽ നിന്ന് കുറേ എന്തോ പോകുന്നുണ്ട്, അതിനെപ്പറ്റി എനിക്ക് അറിയാൻ ഡീറ്റെയിൽസ് അറിയില്ല. പിന്നെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു രഥം കിടക്കുന്നുണ്ട് കേട്ടോ. കുറേ കുട്ടികൾ ബലൂണൊക്കെ പിടിച്ച് പോകുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്ന കാണുമ്പോൾ എന്നെ നോക്കുകയാണ് കേട്ടോ. ഐ തിങ്ക് ഈ ഒരു ലൊക്കേഷനിലാണ് തോന്നുന്നു രഥങ്ങളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കാമെന്ന് തോന്നുന്നു. ഇതുവരെ ആ ഒരു രഥത്തിൻ്റെ സംഗമത്തിൽ ഞാൻ ഇതുവരെ വന്നിട്ടില്ല. ഡേ 1 ആണ്. ആവശ്യത്തിന് തിരക്കുകളുണ്ട്. ഇത് മുളക് ബജ്ജീൻ്റെ ഒരു വലിയ കട തന്നെയാണ് കേട്ടോ, ഫുൾ മുളകാണ്. ഓക്കെ, എന്തായാലും മുളക് ബജ്ജിയൊക്കെ എൻ്റെ മെയിൻ ഫേവറേറ്റ് സാധനമാണ്, അത് കഴിക്കൂട്ടാ. ഇതും ഒരു അമ്പലമാണ്, ഇതാണ് അതും അമ്പലം ഇതും അമ്പലം. അങ്ങനെ ഞാൻ കാപ്പി കട ഉണ്ടല്ലേ, എന്തൊക്കെയോ മണമുണ്ട്. കുറേ നേരമായി ഞങ്ങളൊരു ചായക്കട തപ്പി ഇറങ്ങിയിട്ട്, പക്ഷേ ഏകദേശം 2-3 ചായക്കട കണ്ടുള്ളൂ. അവിടെയാണ് ഒടുക്കത്തെ തിരക്ക്, ചായ ഇല്ല എന്നാണ് പറയുന്നത്. ചായ എവിടെയെന്ന് പറഞ്ഞിട്ട് ചായൻ്റെ പിന്നാലുള്ള ഒരു നടത്തത്തിനാണ്. എന്തായാലും ചായ കുടിച്ചാലേ മതിയാവുള്ളൂ കൊണ്ട് വാവാട്ടനും പൊള്ളാച്ചൻ. ചായക്കടയൊക്കെ നിന്നിട്ട് എന്തെങ്കിലും ചായ മാത്രം കുടിച്ചാൽ പോലും അപ്പോൾ എന്തെങ്കിലും കടിയും കൂടെ കഴിക്കണം. അപ്പോൾ കടിയും കൂടെ നല്ല രീതിയിലുണ്ടെങ്കിൽ കാര്യമുള്ളൂ. ഒരു ബലൂൺ കിട്ടി TGMൻ്റെ ഒരു പ്രൊമോഷനാണ് കേട്ടോ. അതേപോലെ അതിനിടയ്ക്ക് സേവാഭാരതിൻ്റെ ആൾക്കാർ ഇവിടെ സംഭാരം കൊടുക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് സംഭാരം അകത്ത് കയറ്റി ഇന്ന് നമ്മൾ പിന്നെ മുമ്പോട്ട് പോകാം. എന്തായാലും സംഭാരം കുടിച്ചാൽ നല്ല തന്നെയാണ്, ഒരു മോര് കറി ഇപ്പോഴും നല്ല രസം തന്നെയല്ലേ. പിന്നെ അവിടെ ഇവിടെയായിട്ട് കുറേ മലബാർ മേളകൾ നടത്തുന്നത് കേട്ടോ. കുറേ 20 രൂപയ്ക്ക് അപ്പടി ഇപ്പിടി എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ സംഭവങ്ങൾ, അത് എല്ലാ ഉത്സവങ്ങളിലും പൂരത്തിനും കാണുന്നതാണ്. ഇവിടെയും അത് ഒരുപാടുണ്ട്. സേവാഭാരതത്തിൻ്റെ വെള്ളം. ഞാൻ ആദ്യമായിട്ട് ഇത്രയും അടുത്ത് വെച്ചിട്ടാണ് ഈ രഥം ഞാൻ കാണുന്നത്. ഇതിന് മുമ്പൊന്നും ഞാൻ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് ഈ വർഷം നമ്മളത് കാണുന്നത്. അതിൻ്റേതായ ഭംഗി അതിനുണ്ട് കേട്ടോ, ശരിക്കും ഒരു ഫീലും. പിന്നെ അതിൻ്റെ പിന്നാലെ ഒരു ആന പോകുന്നു. ആന എന്തിനാണ് പോകുന്നത് വെച്ചാൽ ഈ പറയുന്ന ആളുകൾ എത്ര പേരുന്ന് വലിച്ചാലും ഇത് വലിയും, എന്നാൽ ചിലപ്പോൾ വലിയാണ്ടിരിക്കാം. ആ സമയങ്ങളിൽ ആന ഒന്ന് തള്ളി കൊടുക്കുക തന്നെ വേണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഈ ആനയെ ബാക്കിൽ കൊണ്ടുപോകുന്നത്. നമ്മുടെ വള്ളുവനാടൻ നാട്ടിലെന്ന് പറഞ്ഞാൽ കാളകളും ആനകളും ഒക്കെ കൂടുന്ന പൂരവും കാളവേലയൊക്കെയാണ്. ഇവിടെ പറയുന്ന തേരുകൾ സംഗമിക്കുന്നൊരു സ്ഥലമാണ് രഥോത്സവം. രഥങ്ങളുടെ ഒരു സംഗമത്തിനെയാണ് രഥോത്സവം, അതാണ് കൽപ്പാത്തി രഥോത്സവം. ഈ പറയുന്ന ആളുകൾ തമിഴ്നാട്ടിൽ നിന്ന് ഒരുവിധം ആൾക്കാർ ഇവിടെ വന്ന് കുടിയേറി പാർത്ത് അങ്ങനെ ഒരു കൾച്ചർ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ഇവിടെ വന്ന് താമസിച്ച ആൾക്കാരാണ് കേട്ടോ. ഈ ഭാഗത്ത് നല്ല വലിക്കുന്നുണ്ട് രഥം, ആളുകൾ ചേർന്ന് കയറ് കെട്ടി വലിക്കുന്നുണ്ട്. പക്ഷെ മറ്റുള്ള ആൾക്കാർ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല, അവരുടേതായ ആൾക്കാർ മാത്രമേ ഉൾപ്പെടാൻ പറ്റുള്ളൂ. നല്ല കൊട്ടും പാട്ടും മാരവൊക്കെ കേൾക്കുന്നുണ്ട്. ഓരോരുത്തർ ഭക്തിയുമായിട്ടുള്ള എന്തൊക്കെയോ കുറേ പാടിയിട്ടാണ് ഇത് വലിക്കുന്നത് ചെറിയ ആൾക്കാർ കേട്ടോ.
സ്ത്രീകളും കുട്ടികളൊക്കെ എല്ലാവരും ഉണ്ട്. ഇടയിൽ കൊട്ടുകൾ നടക്കുന്നുണ്ട്. നോക്കിയേ, ആ സൂര്യനെ നേരെ താഴെ ആ കൊടി പറന്നു വരാതെ അങ്ങനെ നിൽക്കുന്നു. എന്ത് രസമാണല്ലേ. എങ്ങനെയൊക്കെ ഒരു വീഡിയോ ഫോട്ടോ കിട്ടുക പറഞ്ഞാൽ രഥം നല്ല ഭംഗിയാണ്, നല്ല ഭംഗിയായിട്ട് എത്ര വൃത്തിയിലാണ് ചെയ്തേക്കുന്നത്. അങ്ങനെ അതിനിടയിൽ 24 ന്യൂസും അതേപോലെ തന്നെ മാതൃഭൂമി ന്യൂസുകാരൊക്കെ വന്നിട്ടുണ്ട്. അവർ കുറേ ന്യൂസ് കവർ ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ഫോട്ടോ കിട്ടാൻ വേണ്ടി ബിഗ് സ്ക്രീനിൽ വരാൻ വേണ്ടി ഞാനും കുറേ നേരം മുഖം കാണിച്ചു പോയി. പിന്നെ അവസാനം നിന്ന് ഭ്രാന്തായപ്പോൾ ഞാനും ഇതേ കാണുന്നതാണ് വടം. ആ വടം ഉപയോഗിച്ച് നീട്ടി കെട്ടി അതിനാണ് ആളുകൾ ചേർത്ത് വലിക്കും. ഈ കാണുന്നത് ഇവരിത് കെട്ടാൻ ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ കുറേ ടീഷർട്ട്സ് കിട്ടുന്നുണ്ട്. കുറേ ആൾക്കാരാണെന്ന് വെച്ചാൽ ഓരോ രഥത്തിലും ഓരോ മേഖലയിലെ ആൾക്കാരാണ് തോന്നുന്നു. അപ്പോൾ അവരൊക്കെ ചേർന്ന് അതിൻ്റേതായ ആൾക്കാരും കുട്ടികളൊക്കെ ചേർന്ന് ആ വടങ്ങൾ കെട്ടി ആ ആളുകളെല്ലാം അവർ ചേർന്ന് വലിച്ച് അങ്ങനെ. അപ്പോൾ ഡേ 3ക്ക് ഇവിടെ വരുമെന്ന് എനിക്കറിയില്ല. വരാനുള്ള സമയം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അതാണ് മെയിൻ കാര്യം. ഇന്ന് തന്നെ മെയിൻ വന്നത്. അപ്പോൾ കൽപ്പാത്തിനെ പറഞ്ഞ് പാലക്കാട് ജില്ലയിലുള്ള ഒരു കൽപ്പാത്തിയിലെ കൽപ്പാത്തി രഥോത്സവമാണ്. അതേപോലെ തന്നെ ശ്രീ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിലാണ് ഈ പറഞ്ഞ രഥോത്സവം നടക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ വർഷാവർഷം മലയാളം മാസം ഏകദേശം തുലാം 28, 29, 30 എന്ന തീയതികളിലാണ് നടത്തുക. മലയാളം മാസം 20 ദിവസങ്ങളാണ് നടത്തുക. അതേപോലെ തന്നെ പുരാതനപരമായിട്ടും ഈ ക്ഷേത്രത്തിൽ നിളാനദി എന്നറിയപ്പെടുന്നു. നിളാനദി എന്നറിയപ്പെടുന്നുണ്ട്. ഭാരതപ്പുഴ കൈവഴി കൽപ്പാത്തിയോട് ഈ ക്ഷേത്രം ഇത് ചെയ്യുന്നത്. നോർത്ത് ഇന്ത്യയിലെ വാരണാസി പ്രദേശമായ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ സന്ദർശിച്ചു മടങ്ങി തമിഴ്നാട് മായാപുരം പ്രദേശമായ ഒരു തമിഴ് ബ്രാഹ്മണ സ്ത്രീ കൊണ്ടുവന്ന ഒരു ശിവൻ്റെ ജ്യോതിർലിംഗമാണ് ഇവിടെ. ശിവൻ്റെയാണ് മെയിൻ ഇവിടെ പറഞ്ഞ ലിംഗം. അപ്പോൾ 220 തരാം. രണ്ട് 10 ഇങ്ങോട്ടോ. അവനോടെ